إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فاصدع بما تؤمر وأعرض عن المشركين. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം പരമകാരുണികനായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്നും തഖ്വയോടെ ജീവിക്കാനുള്ള ശ്രമം മരണം വരെ തുടരണമെന്നും സ്വന്തത്തോടും നിങ്ങളോടും വസിയ്യത്ത് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ കാലം ഫോളോ ചെയ്യാൻ ആവശ്യപ്പെടുന്നൊരു കാലമാണ്. എന്തിനേയും ഫോളോ ചെയ്യണമെന്ന് നമ്മളോടും കുടുംബത്തോടും സമൂഹത്തോടുമൊക്കെ ധാരാളമായി ആവശ്യപ്പെടുകയും അതിന് താൽപര്യപ്പെടുകയും ചെയ്യുന്നൊരു തലമുറ. ഒരു വിശ്വാസി ആരെ ഫോളോ ചെയ്യണം, അഥവാ ആരെ പിന്തുടരണം, ആരെ പിൻപറ്റണം, എന്തിനെയൊക്കെ പിൻപറ്റണം, ആരെയൊക്കെ പിൻപറ്റാൻ പാടില്ല, വളരെ വ്യക്തമായ നിലപാട് ഒരു വിശ്വാസിക്കുണ്ടാകണം. മരണസമയത്ത് ഈമാൻ കാമിലായി മരിക്കണമെന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിൻ ഈ കാര്യം നന്നായി അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മുന്നിൽ നമ്മൾ പലതും കാണുകയാണ്. മുസ്ലിം ഏതാണ്, അമുസ്ലിം ഏതാണ്, ഇസ്ലാമിൻ്റെ ഏതാണ്, ഇസ്ലാം അല്ലാത്തത് ഏതാണ്, എവിടെയാണ് ഒരു മുസ്ലിം വ്യതിരിക്തമാകേണ്ടത്, വ്യത്യസ്തമാകേണ്ടത് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം സമ്മിശ്രമായ, അത് വിശ്വാസമാകട്ടെ കർമ്മങ്ങളാകട്ടെ, അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വിശ്വാസിയുടെ മുഖമുദ്ര വ്യതിരിക്തതയാണ്, വ്യത്യസ്തനാവുക എന്നതാണ്. അത് എവിടെയും നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ മറിച്ചു നോക്കിയാൽ, പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പഠിച്ചു നോക്കിയാൽ ഈ വ്യതിരിക്തത ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം താൻ ആരാണെന്ന് പറയുക മാത്രമല്ല, ആരല്ല എന്നുകൂടി പറയുന്നു. അത് നിങ്ങൾ ഖുർആൻ പഠിച്ചു നോക്കി, ഈ ദീന് പഠിച്ചാൽ അത് ബോധ്യപ്പെടും. ഒരു മുസ്ലിം ഞാൻ ആരാണെന്ന് പറയുക മാത്രമല്ല, എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് പറയുക മാത്രമല്ല, ഞാൻ ആരല്ല എന്നുകൂടി കൂടെ പറയുന്നു. വളരെ വ്യക്തമാണ് കാര്യം.
എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഹനീഫൻ മുസ്ലിമൻ, വക്രതയില്ലാത്ത മുസ്ലിമാണ് ഞാൻ, പറയാനുള്ള കൽപ്പനയാണ്, നമ്മൾ ഓരോരുത്തരോടുമുള്ള കൽപ്പന. വക്രതയില്ലാത്ത മുസ്ലിം എന്ന് പറഞ്ഞിട്ട് തീർന്നു. പക്ഷെ അവിടെ നിർത്തിയില്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല, മുശ്രിക്കല്ല. ആരാണെന്ന് പറയുക മാത്രമല്ല, ആരല്ല എന്നുകൂടി പറയാൻ കൽപ്പനയുണ്ട്. 17 തവണ നിർബന്ധമായും റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണമേ. നിർത്തിയില്ല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ശാപത്തിനും കോപത്തിനും വിധേയരായവരുടെ മാർഗത്തിലല്ല, വഴി തെറ്റിയവരുടെ മാർഗത്തിലല്ല. വ്യത്യസ്തമായി പറയാണ്. ഞാൻ ആരാണെന്ന് മാത്രമല്ല, ചോദിക്കുന്ന കാര്യം എന്താണെന്ന് മാത്രമല്ല, എന്തുകൂടി അല്ല എന്നുകൂടി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അല്ലാഹു തആല പറയാണ്, വജ്തനിബു റിജ്സ മിനൽ ഔസാൻ, വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളിൽ നിങ്ങൾ അകന്നു നിൽക്കണം. വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും വജ്തനിബു, നിങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കണം. ഖുർആന്റെ കൽപ്പനയാണ്, വിട്ടുനിൽക്കണം. വജ്തനിബു ഖൗല സൂർ, സൂർ അസ്സൂർ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും, ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും, അതിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം. ഒരായത്തിൽ 2 കൽപ്പന. വജ്തനിബു, വിട്ടുനിൽക്കണം, അകന്നു നിൽക്കണം. എന്നിട്ട് അല്ലാഹ് പറയാ, ഹുനഫാ ലില്ലാഹ്, അല്ലാഹുവിലേക്ക് ഋജുമാനസ്കനായിട്ട്, ഗൈറ മുശ്രിക്കീന ബിഹി, ശിർക്ക് ചെയ്യുന്നവൻ അല്ലാതെ. അപ്പൊ ഇവിടെ ഒരു മുസ്ലിം ആരാകണമെന്ന് മാത്രമല്ല, ആരാകാൻ പാടില്ല എന്ന് കൂടി ഖുർആൻ വ്യക്തമാക്കുന്നു. വീണ്ടും അല്ലാഹ് പറയാണ്, ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ, പ്രഖ്യാപിക്കണം, ഞാൻ ഒരു മുസ്ലിം ആകാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല. 1000 മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഞാനൊരു മുസ്ലിം അല്ല. എവിടെ, ഏത് സ്ഥലത്ത്, എവിടെ, എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുസ്ലിമായിട്ട് തവഫനി മുസ്ലിമാ എന്ന് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമാണ് നമ്മളെങ്കിൽ നമ്മോട് കൽപ്പിക്കാൻ, പറയാൻ വേണ്ടി കൽപ്പനയാണ് ഖുർആനിന്റെ, അള്ളാന്റെ കൽപ്പനയാണ്. നീ പറയണം, ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ, ഒരു മുസ്ലിമാകാനല്ല, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ മുസ്ലിമാകാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 1000 മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു മുസ്ലിമല്ല. വലാ തക്കൂനന്ന മിനൽ മുശ്രിക്കീൻ, മുസ്ലിമാകണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. വലാ തക്കൂനന്ന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുകയും ചെയ്യരുത്. എന്താ കാരണം? കുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അലീം, എന്റെ റബ്ബിനെ എനിക്ക് പേടിയാണ്, ഭീകരമായൊരു ശിക്ഷയുണ്ട്, ആ ശിക്ഷ നടപ്പിൽ വരുന്ന ദിവസം എന്റെ റബ്ബിനെ ധിക്കരിക്കുന്നതിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുകയും ചെയ്യുക. അപ്പൊ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി വ്യതിരിക്തത എന്നതാണ്. മുസ്ലിം ആവാന്ന് പറയുക മാത്രമല്ല, ആരാവരുത് എന്ന് കൂടി ഖുർആൻ കൽപ്പിച്ചു. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ഹിജ്റിലെ അവസാന ഭാഗത്ത് അല്ലാഹ് പറയാണ്, ഫസ്ദ, നീ ഉറക്കെ പ്രഖ്യാപിക്കണം. ഒരു മുസ്ലിമിനോട്, എന്നോടും നിങ്ങളോടുമാണ് അള്ളാന്റെ കൽപ്പന. ഫസ്ദ, നീ ഉറക്കെ പ്രഖ്യാപിക്കണം. ഫസ്ദ ബിമാ തുഅ്മർ, നിന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് ഉറക്കെ പ്രഖ്യാപിക്കണം. എന്താ കൽപ്പിക്കപ്പെട്ടത്? ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലം, മുസ്ലിം ഒന്നാമത്തെ മുസ്ലിമാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറയാണ്, അത് അള്ളാഹ് പറഞ്ഞത് എവിടെയാണ്? സൂറത്ത് അൻആമിലെ 14-15 എന്നിട്ട് ആ കൽപ്പിക്കപ്പെട്ട കാര്യം ഉറക്കെ പ്രഖ്യാപിക്കാൻ അള്ളാഹ് പറയുന്നത് 15-ാമത്തെ സൂറത്തിലാണ്. ഫസ്ദ ബിമാ തുഅ്മർ, കൽപ്പിക്കപ്പെടുന്ന ഉറക്കെ പ്രഖ്യാപിക്കണം. ബാക്കി വഅഇദ് അനിൽ മുശ്രിക്കീൻ, ശിർക്ക് കടന്നു വരുന്ന എല്ലാ മേഖലകളിൽ നിന്നും തിരിഞ്ഞു കളയണം. വഅഇദ് അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് നീ പൂർണ്ണമായി തിരിഞ്ഞു കളയണം. ശിർക്കിന്റെ ഭാഗത്ത് ഇങ്ങോട്ട് പോകണം, അതിൽ കൂടി ആടല്ല വേണ്ടത്, ഇങ്ങോട്ട് മാറിപ്പോരണം. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. മുനീബീന ഇലൈഹി, അള്ളാഹുവിലേക്ക് വിനയത്തോടെ തിരിഞ്ഞവരായ രൂപത്തിൽ, വത്തഖൂ, അവനെ തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കണം. വഅഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണം. വലാ തകൂന മിനൽ മുശ്രിക്കീൻ, അപ്പൊ ഇങ്ങനൊക്കെ നിസ്കരിക്കണം, അള്ളാഹുവിലേക്ക് ഇനാബത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തഖ്വ വേണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാ, എന്താവാൻ പാടില്ല? വലാ തകൂന മിനൽ മുശ്രിക്കീൻ. എന്താണ് സഹോദരങ്ങൾ അങ്ങനെ പറയാൻ കാരണം? എവിടെയും നോക്കൂ നിങ്ങൾ,
ആരാവണമെന്ന് മാത്രമല്ല ആരാവരുത് എന്നത് പ്രത്യേകം എടുത്ത് പറയുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, മിനല്ലദീന ഫറഖൂ ദീനഹും, ഈ ദീനിനെ ഛിന്ന ഭിന്നമാക്കിയ ആളുകളുണ്ട്. വകാനു ഷിയഅൻ, എന്നിട്ട് അവർ അതിൽ ഗ്രൂപ്പുകളായി മാറി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ ഗ്രൂപ്പും അവരെ കൈകളിലുള്ളതിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ അവരെ കൈകളിലുള്ളതുമായി അവർ ജീവിക്കുകയാണ്. ഇതൊരു ആക്ഷേപമാണ് ഖുർആനിന്റെ. ദീനിനെ പല ആളുകൾ പല രൂപത്തിൽ കാണുന്നുണ്ട്. ദീന് പലതായി മാറി, പലരും പലത് പറയുന്നു. എങ്കിൽ എന്ത് ചെയ്യണം? എന്നാ പിന്നെ ഞാൻ മുസ്ലിം ആകണില്ല, ഇസ്ലാം അല്ലാതെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ പല അഭിപ്രായക്കാരും ഉണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ഏതായാലും മുസ്ലിം ആകണില്ല എന്നൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് വേണം? എവിടെയാണ് ഇസ്ലാം ഉള്ളത്, ഏത് ഭാഗത്തെവിടെ, ഇത് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ഖുർആനിൽ അള്ളാഹ് പല സ്ഥലത്ത് പറയുന്നുണ്ട്, വലാകിൻ അക്സറുഹും ലാ യഅലമൂൻ, അവരിൽ ഭൂരിപക്ഷ ആൾക്കാർക്കും ഇൽമില്ല, അറിവില്ല. വലാകിൻ അക്സറുഹും ലാ യഅലമൂൻ, ഈ പ്രയോഗം ഖുർആനിൽ പല സ്ഥലത്തുണ്ട്, പല സ്ഥലത്ത് പല തവണ. ഈ സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചാൽ അടിസ്ഥാനപരമായ ഒരു മുസ്ലിമിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, നാളെ പരലോകത്ത് മാറ്റി നിർത്തും. എന്തിനിവിടെ വ്യതിരിക്തമാകണം? എന്തിനീ ദുനിയാവിൽ വ്യതിരിക്തനായി ജീവിക്കണം? ഫംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അത് നാളെ പരലോകത്ത് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിയെന്നല്ല പറയും, ഇങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയും. അല്ലാഹു തആല മാറ്റി നിർത്തും. ഈ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ വിശ്വാസം എന്താകണം, നമ്മളെ കർമ്മം എന്താകണം, നമ്മൾ എവിടെ ഉണ്ടാകണം, എവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. അപ്പൊ എന്തിനെ ഫോളോ ചെയ്യണം, ആരെ ഫോളോ ചെയ്യണം, എന്തിനെ പിൻപറ്റാൻ പാടില്ല, ആരെ പിൻപറ്റാൻ പാടില്ല, അല്ലാഹ് പറയാ, ഖുൽ സദഖല്ലാഹ്, പറയുക അല്ലാഹു ഇതാ സത്യമായി പറയുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. നിങ്ങൾ ഇത്തിബായി ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് ഇബ്രാഹിം നബിന്റെ മില്ലത്ത. ഒരു കാര്യം എല്ലാവരും പഠിച്ചു വെക്കാം, ഇത്തിബായി ചെയ്യേണ്ടത് മില്ലത്തിനെയാണ്, ഇത്തിബായി ചെയ്യാൻ പാടില്ലാത്തത് ഹവയയാണ്. ഇത് രണ്ടും ഖുർആന പഠിച്ചു വെക്കണം. ഇത്തിബായി ചെയ്യേണ്ടത് മില്ലത്താണ്. എന്താണ് മില്ലത്ത്? അത് മാർഗമാണ്, മതമാണ്. ഇത്തിബായി ചെയ്യാൻ പാടില്ലാത്തത് അവരവരുടെ ഇച്ഛ, ആഗ്രഹം, തോന്നല്. നമ്മൾ സ്വയം മനസ്സിൽ ഒരു തീരുമാനം എടുക്കുക, അതൊന്നും പ്രശ്നമില്ല എന്ന് തീരുമാനിച്ച് അതിലാണ്ട് ചേരുക, ഉണ്ടാവരുത്. ഖുർആന ഇബ്രാഹിം നബിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം. വത്തബിഉ സുമ്മ ഔഹൈനാ ഇലൈക, നബിയോട് പറയാം, നബിയെ താങ്കൾക്ക് വഹി നൽകണം, അനിത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. വീണ്ടും അല്ലാഹ് പറയാം, ഇബ്രാഹിം നബിന്റെ മില്ലത്തിനെ പിൻപറ്റണമെന്ന് താങ്കൾക്ക് ഞാൻ വഹി നൽകുന്നു. ഖുൽ ആദിഹി സബീലി, പറയുക ഇതാണ് എന്റെ മാർഗം, അദൂ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്, അലാ ബസീറ, ഒരു ഉൾക്കാഴ്ചയോടെ ക്ഷണിക്കുകയാണ്, ഒരു തിരിച്ചറിവോടെയാണ് ക്ഷണിക്കുന്നത്. അന വമനിത്തബഅനി, ഞാനും എന്നെ ഇത്തിബായി ചെയ്ത പിൻപറ്റിയ ആൾക്കാരും, ഞാനും എന്റെ ഫോളോവേഴ്സ്. അതാണ് അന വമനിത്തബഅനി എന്ന് പറയാ, റസൂലുള്ളാഹ് പറയാ, ഖുർആന നബിയോട് പറയാൻ കൽപ്പിക്കുകയാണ്. വസുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ച്, ഒരു തവണയല്ല സഹോദരങ്ങളെ, പല തവണയാണ് ഇത് പറയുന്നത്. നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇബ്രാഹിം നബിന്റെ മില്ലത്തിലായി ജീവിച്ചു മരിച്ചവന്റെ മയ്യത്താകണ്ടേ? മയ്യത്തിനെ ഇറക്കി വെക്കുമ്പോൾ അതാണല്ലോ പറയാ. ആ മില്ലത്തായിട്ട് കേവലം മയ്യത്ത് ഇറക്കി വെക്കുന്ന ഒരാള് നമ്മളെപ്പറ്റി പറയുന്നൊരു വാക്കായിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ജീവിക്കണം ഇബ്രാഹിം നബിന്റെ മില്ലത്തിൽ. ഇന്ന് രാവിലെ നമ്മൾ പറയാണ്, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. എന്താ അതിന്റെ കാരണം? അള്ളാഹിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദിനെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ, തൃപ്തിപ്പെട്ട വിഭാഗം ഉണ്ടായിരുന്നു. റളീതു ബില്ലാഹി റബ്ബൻ, അല്ല, ഇത് പറഞ്ഞവരാണ് റളിയല്ലാഹു അൻഹും നായത്. റളിയല്ലാഹു അൻഹും ആരാ? സത്യസന്ധമായി ഈ ദീനിനെ ഞാൻ തൃപ്തിപ്പെട്ടു, ഈ ദീനെ റസൂൽ പൂർത്തിയാക്കിയത് മതി, ഇതിൽ ഞാനൊന്നും കൂട്ടിച്ചേർക്കൂല, എന്റെ വക ഒന്നും വേണ്ട. അവരാണ് സ്വഹാബത്ത്. അതുകൊണ്ടാണ് അവർ നബിദിനം ആഘോഷിക്കാതിരുന്നത്, ജന്മദിനം ആഘോഷിക്കാതിരുന്നത്. റസൂൽ ചെയ്തിട്ടില്ല, റസൂലിനെയാണ് അവർ ഇത്തിബായി ചെയ്തത്, റസൂലിനെയാണ് അവർ ഫോളോ ചെയ്തത്. അതുകൊണ്ട് അവർ റളിയല്ലാഹു അൻഹുമായി തീർന്നു. നമ്മൾ എന്നും രാവിലെ പറയാണ്, ഇത് ഇസ്ലാമിന്റെ ബൈഅത്ത് ചെയ്യുമ്പോൾ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ
കലിമത്ത് ബൈഅത്തുൽ ഇസ്ലാം ഉണ്ട്. അതെന്താണ്? അതാണ് റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി എന്ന് രാവിലെയും വേദാൻ ചെല്ലണം. നമ്മൾ തന്നെ ഇത് എന്നും പൊളിച്ചുകൊണ്ടിരിക്കുക. ഈ പറയുന്ന കാര്യം നമ്മളെ പ്രവൃത്തി കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അനവമനിത്തബഅനി എന്ന് പറഞ്ഞത്. ഞാനും എന്നെ ഇത്തിബാഅ് ചെയ്തവരും. അതുകൊണ്ടാണ് അവർ റളിയല്ലാഹു അൻഹുമായി തീർന്നത്. അല്ലെ, ഒരു പണ്ഡിതൻ പറഞ്ഞില്ലേ, ഇന്റെ നാട്ടിലെങ്ങാനും റസൂല് വന്നു എന്ന് പറഞ്ഞാല് സാധാരണക്കാരൊക്കെ റസൂലിന്റെ പിന്നാലെ പോകും. ബാക്കിയുള്ള പണ്ഡിതന്മാരും കാര്യങ്ങളൊക്കെ അവര് വല്ല മൗലൂദും റാത്തീബും തിന്നാൻ വല്ല എളുപ്പമാണെങ്കിൽ അവിടെ കൂടുന്നു പറഞ്ഞല്ലോ ഒരു പണ്ഡിതൻ. പരിശുദ്ധ ഖുർആൻ പറയാണ്, വലാ തഅകുലു മിമ്മാ ലം യുദ്കരി ഇസ്മുല്ലാഹി അലൈഹി. നമ്മളെ നാട്ടിൽ പലതും പല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, പല അറവുണ്ട്. റിഫായി ഷെയ്ഖിന്റെ പേരിലും മോദി ഷെയ്ഖിന്റെ പേരിലും ബദരീങ്ങളെ പേരിലും ഒക്കെ ഉണ്ട്. ബദർമാല പാടുമ്പോൾ ബദരീങ്ങളെ പേരിൽ അറക്കുക, ശുഹദാക്കളെ പേരിൽ അറക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആൾ അല്ലാഹ് പറയാണ്, ഇന്നഹു ലഫിസ്കുൻ, അധർമ്മമാണ്. വഇന്ന ശയാത്തീന, ശൈത്താൻ ലയൂഹൂന ഔലിയാഹും, അവന്റെ മിത്രങ്ങൾക്ക് വഹ്യ് കൊടുക്കുകയാണ്, ബോധനം കൊടുക്കുകയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. യുജാദിലൂക്കും, നിങ്ങളുമായിട്ട് തർക്കിക്കാൻ വേണ്ടി, പല തർക്കങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ അല്ലാഹ് ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ, റസൂൽ എന്നൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതല്ലാതെ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി ഇങ്ങനെ വഹ്യ് കൊടുക്കുകയാണ്. വൈൻ അതാഴ്ത്തുമോഹും, തീർച്ചയായും അനുസരിച്ചാൽ, അവർ നിങ്ങൾ അനുസരിച്ചാൽ, ഇന്നക്കും ലമുശ്രികൂൻ, തീർച്ചയായും നിങ്ങൾ മുശ്രിക്കീങ്ങളാണ് എന്ന്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്ത ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ മുശ്രിക്കീങ്ങളാകും. സൂറത്ത് അൻആമിലെ 21-ാമത്തെ ആയത്ത് അല്ലാഹ് പറയാം, ഇന്നക്കും ലമുശ്രികൂൻ വലാ യസുദ്ദന്നക അൻ ആയാത്തില്ലാഹി ബഅദ ഇദ് ഉൻസിലത് ഇലൈക. നിന്നെ തടയാതിരിക്കട്ടെ, നിന്നിലേക്ക് വഹി ഇറങ്ങിയതിന് ശേഷം അള്ളാഹുവിന്റെ ആയാത്തുകൾ നിന്നെ തടയാതിരിക്കട്ടെ. വദു ഇലാ റബ്ബിക, റബ്ബിലേക്ക് ക്ഷണിക്കുക. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ പെടരുത്. സഹോദരങ്ങൾ, ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റാം, മില്ലത്ത് പിൻപറ്റാം, നമ്മളെ ഇച്ഛകളെ പിൻപറ്റാതിരിക്കുക. അപ്പൊ എന്തിനെ പിൻപറ്റണം, എന്തിനെ പിൻപറ്റരുത്? പരീക്ഷണമാണ് നിങ്ങളെ ലിയബ്തലിയക്കും ഫീമ ആതാക്കും. അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ പറയും ഒരു കിബില, ഒരു റസൂല്, ഒരു വേദഗ്രന്ഥം, എന്നിട്ട് മുസ്ലിമീങ്ങൾ എന്താ ഇങ്ങനെ ആയത്? അതിന്റെ മറുപടി അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് എന്താ ഉദ്ദേശിച്ചാൽ എല്ലാവരും ഒറ്റ സമൂഹമാക്കി കൂടെ, ഭിന്നിപ്പില്ലാത്ത? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്? അത് അള്ളാന്റെ തീരുമാനം. ഇതിങ്ങനെയാണെന്നുള്ള അള്ളാന്റെ തീരുമാനം. ഖുർആൻ വായിച്ചു നോക്കി നിങ്ങൾ. ഖുർആനിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾ ഒറ്റ സമൂഹമായിരുന്നു, എന്നിട്ട് നിങ്ങളെ കക്ഷികളും വിഭാഗങ്ങളും ഒക്കെ ആക്കിയത് എന്തെന്നറിയോ? ലിയബ്തലിയക്കും ഫീമ ആതാക്കും, നിങ്ങൾക്ക് തന്നതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ. ലിയബ്തലിയക്കും ഫീമ ആതാക്കും. എന്താ ആതാക്കും? ആതാക്കുമുർ റസൂൽ ഫഖുദു. അത് ഏതാ സാധനം? നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങളെ കൈവച്ച് വിട്ടേച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞ സാധനം ഏതാ? ഖുർആനും ഹദീസോ. അത് ആരൊക്കെ പഠിക്കും മനസ്സിലാക്കുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മുൻ സമുദായങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു അല്ലാത്ത ഒന്നിനെയുമില്ല. അതാണല്ലോ തൗഹീദ്. ബാക്കിയുള്ളതൊക്കെ ശിർക്ക്. ഒരു മുസ്ലിമിന്റെ വ്യതിരിക്തത, വ്യത്യാസം അതാണ്. എന്നാൽ മുമ്പിൽ ഒരുപാട് സമൂഹത്തെ കാണും. ആ സമൂഹമൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരത് ചെയ്യണം എന്നാ. മറ്റൊരു സമുദായക്കാരൊക്കെ മുസ്ലിമീങ്ങളിൽ നിന്ന് മറ്റ് സമുദായം ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? ഓലക്ക് തൃപ്തിയാവൂല ഓല മില്ലത്ത് നിങ്ങൾ ചെയ്യാതെ. വലൻ തർലാ അൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. ജൂത ക്രൈസ്തവർ ഒരിക്കലും തൃപ്തിപ്പെടൂല നിങ്ങളെ, അവരെ മില്ലത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വരെ. ഹത്താ തത്തബിഅ മില്ലതഹും. ജൂതന്മാരും ക്രിസ്ത്യാനികൾ എന്താണോ അവരെ നിങ്ങൾ പിൻപറ്റുന്നവരെ അവർ നിങ്ങളെ തൃപ്തിപ്പെടൂല. കുൽ പറയണം, ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, അല്ലാഹ് തന്ന ഹുദണ്ട്, അതാണ് ഹുദ. വലഇൻ ഇത്തബഅത അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ എങ്ങാനും താങ്കൾ ഇത്തിബായി ചെയ്താൽ, പിൻപറ്റിയാൽ, ബഅദല്ലദി ജാഅക മിനൽ ഇൽം, താങ്കൾക്ക് ഇൽമ് കിട്ടിയതിനു ശേഷം പിൻപറ്റിയാൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിൽ നിന്നൊരു സഹായം ഉണ്ടാകൂല, ഒരു രക്ഷാധികാരിയും ഉണ്ടാവൂല. വളരെ വ്യക്തമായി അല്ലാഹ് പറഞ്ഞു. ഈ ആയത്ത്, ഈ ആശയം ഖുർആനിൽ വേറെയും സ്ഥലത്ത് കാണാം. വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം, ഇൽമ് കിട്ടിയതിനു ശേഷം നീ അവരുടെ ഹവയെ പിൻപറ്റിയാൽ, ഇന്നക ഇദല്ല മിനൽ ളാലിമീൻ, നീ ളാലിമീങ്ങളിൽ പെടും. വേറൊരായത്ത്, വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ മാ ജാഅക മിനൽ ഇൽം,
വ്യക്തമായ ഇൽമ് കിട്ടിയതിനു ശേഷം നീ അവരെ ഇത്തിബായി ചെയ്താൽ, അവരെ ഇച്ഛകളെ പിൻപറ്റിയാൽ, മറ്റ് സമുദായത്തിന്റെ ഇച്ഛകളെ നീ പിൻപറ്റിയാൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ വാഖ്, അല്ലാഹുവിൽ നിന്നൊരു സഹായിയോ ഒരു രക്ഷകനോ നിനക്കുണ്ടാവുകയില്ല. ഈ 3 ആയത്തിലും അല്ലാഹ് പറയുന്നത് ഒരേ വിഷയ. അപ്പൊ എന്താ വേണ്ടത്? ഇൽമ് വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ അധികം ആൾക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അധികം ആൾക്കാർ ഓടിക്കാരം ഖുർആനിന്റെ ഒരു ശൈലിയാണ് വലാക്കിൻ അക്തറുല. അധികം ആൾക്കാർക്കും ഇൽമില്ല. അധികം ആൾക്കാർ നരകത്തിലാണ്. കുറച്ച് ആൾക്കാരെ സ്വർഗത്തിലുണ്ടാവുള്ളൂ. അത് ഉറപ്പാണല്ലോ. അള്ളാഹ് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ വിഷയം അതാണ്. ശരിക്കും പഠിക്കണം, ദീൻ എന്താണെന്ന് പഠിക്കണം, മതം എന്താണെന്ന് പഠിക്കണം. ഇൽമിന്റെ മജ്ലിസുകൾ കിട്ടുമ്പോൾ അവിടെ ഇരിക്കണം. ഇൽമിന്റെ മജ്ലിസുകൾ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടുന്ന് കണ്ട് പോകല്ല വേണ്ടത്. അവിടെ കയറി ഇരുന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇൽമ് ഉണ്ടാക്കാനുള്ള താല്പര്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമ്മളെ ഖബറും പരലോകമൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പറയാണ്, ഇവിടെ ഇപ്പം നമ്മൾ രാവിലെ ഇന്ന് മുതൽ കാണുന്നുണ്ട് നമ്മളെ സ്കൂളുകളെയും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പല പരിപാടികളും വക്കത്തിന്റെ മുന്നിൽ മുസ്ലിമീങ്ങളാ. അപ്പൊ ഒരു മുസ്ലിം പറയാ, അതൊന്നും ചെയ്യണമെന്നില്ലല്ലോ, ഞാനിപ്പോൾ അതൊന്നും ചെയ്യണമെന്നില്ലല്ലോ. റസൂൽ എന്താ പറഞ്ഞത്? ചെയ്യണം എന്നല്ല പറഞ്ഞത്. മൻ തശബ്ബഹ ബിഖൗമിൻ, മറ്റ് സമുദായത്തിന്റെ ആചാരങ്ങളോട് നിങ്ങൾ സാദൃശ്യപ്പെട്ടാൽ, തശബ്ബഹ സാദൃശ്യപ്പെട്ടാൽ ചെയ്യണം എന്നല്ല. ഫഹുവ മിൻഹും, നിന്നെ എണ്ണല് ആ വിഭാഗത്തിലായിട്ടാ നിന്നെ എണ്ണ. അതേതാണ്? വൈരിൽ മൗലൂബി അലഹിയാണ്. അതിലാ നിന്നെ പെടുത്തുക. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, സാദൃശ്യാവുക എന്നുള്ളതല്ല. സഹോദരങ്ങളെ, കയ്യടി കിട്ടാനും നല്ല അഭിപ്രായം കിട്ടാനും ഒക്കെ അള്ളാഹിന്റെ ഖുർആൻ പറയാണ്, ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണെന്നറിയോ? മറ്റ് സമുദായങ്ങളെ ആചാരങ്ങളെ അതിനോട് ചേർന്ന് കൊടുത്താൽ മതി. മറ്റ് സമുദായങ്ങളുടെ ആചാരങ്ങളോട് കൂടി ചേർന്നിട്ട് നീ നിസ്കരിച്ചോ, നോമ്പറ്റ ബാക്കി കാര്യമൊക്കെ ചെയ്തോ. മറ്റ് സമുദായത്തിന്റെ ആചാരവുമായി നീ ഒന്നത് ചേർന്ന് കൊടുത്താൽ നിന്നെ അവർ ഖലീലാക്കും. ഇത് ഖുർആനാ, നബീനോടാ പറയുന്നത്. നബീനെ അഭിസംബോധന ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗരവമുള്ള കാര്യമാണ്. വൈൻ കാതൂല യഫ്തിനൂനക അനില്ലദി ഔഹൈന ഇലൈക, നിനക്ക് കിട്ടുന്ന വഹീന്റെ കാര്യത്തിൽ നിന്നെ വല്ലാതെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കിണഞ്ഞ് പരിശ്രമിക്കണ്ടേ. ലി തഫ്തരി അലൈന വൈറ, നമ്മൾ പറയാത്ത കാര്യം എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കൂട്ടിച്ചേർക്കാനും നിന്നെ വല്ലാതെ അവർ ഇടങ്ങാറാക്കുന്നുണ്ട്. വൈദല്ലത്തഹദുക ഖലീല, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ നിന്നെ ഖലീലാക്കും, നിന്നെ അവർ ഫ്രണ്ടാക്കും. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടാൻ നല്ലതാ. ഖുർആനാണ്. അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട് നീ ചെയ്യുകയാണെങ്കിൽ, അവരുടെ കൂട്ടത്തിൽ കൂടുകയാണെങ്കിൽ നിനക്കൊരുപാട് അംഗീകാരം കിട്ടും, കയ്യടി കിട്ടും. എന്നിട്ട് അള്ളാഹ് പറയാ, വലൗല സബ്ബത്തിനാക്കലക്കത് കിത്ത തർക്കരി കലീല, താങ്കൾക്ക് ഞാൻ സബാത്ത് തന്നിട്ടില്ലെങ്കിൽ, ഉറപ്പ് തന്നിട്ടില്ലെങ്കിൽ താങ്കൾ പോലും ഒരല്പം അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. ഖുർആനാണ് സഹോദരങ്ങളെ. സൂറത്ത് ഇസ്രായിലെ 73 മുതൽ 75 വരെയുള്ള ആയത്ത് വായിച്ചു നോക്കി. അള്ളാഹ് പറയാ, നീ എങ്ങാനും അങ്ങനെ ചെയ്താൽ, ചങ്ങാതിമാരും കൂട്ടുകാരൊക്കെ കിട്ടാൻ വേണ്ടി മറ്റേ സമൂഹത്തിന്റെ ആചാരങ്ങളുമായി കൂടിച്ചേർന്ന് നീ പ്രവർത്തിച്ചാൽ, ഇതല്ല അദഖിനാക ളിഅഫൽ ഹയാത്തി വളിഅഫൽ മമാത്ത്, ഇഹലോകത്തും പരലോകത്തും ഇരട്ടി ശിക്ഷ നിന്നെ ഞാൻ ആസ്വദിപ്പിക്കും. തുമ്മലാ തജിദു ലക അലൈനാ നസീറ, പിന്നെ നമ്മളടുക്കലേക്ക് ഒരു സഹായവുമായിട്ട് തേടി വരേണ്ട, നിനക്കത് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് വത്തബഅതു, നീ പ്രഖ്യാപിക്കുക, വത്തബഅതു, ഞാൻ ഫോളോ ചെയ്തു, ഞാൻ പിൻപറ്റി, മില്ലത ആബാഇ ഇബ്രാഹിമ വഇസ്ഹാഖ വയാഖൂബ, ഇവരൊക്കെ ഞാൻ പിൻപറ്റി, ആ മില്ലത്ത് ഞാൻ പിൻപറ്റി. വമാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, അള്ളാഹുമായി ബന്ധം ഒരു ശിർക്കിന്റെ കാര്യങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഇത് പരിശുദ്ധ ഖുർആനാ. അപ്പൊ എന്തിനെ ഫോളോ ചെയ്യണം? വത്തബി മാ യുഹാ ഇലൈക, വഹി പിൻപറ്റുക. ഫത്തബി ഖുർആന, ഖുർആൻ പിൻപറ്റുക. വഖാല ലദീന കഫറു ലില്ലദീന ആമനു, വിശ്വാസമില്ലാത്തവർ വിശ്വാസികളോട് പറയും, ഇത്തബിഉ സബീലന, നിങ്ങൾ നമ്മളെ വഴിക്കോട് പോന്നാളിന്ന്, വല്ലഹ്മൽ ഖത്തായാക്കും, നിങ്ങളെ പാപങ്ങളൊക്കെ ഞങ്ങൾ വഹിച്ചോളാം. ഖുർആനാ. അതിന്റെ മറുപടി അള്ളാഹു പറയുന്നുണ്ട്, ഒരിക്കലും കഴിയില്ലട്ടോന്ന്. അപ്പൊ എന്തിനെ ഇത്തിബായി ചെയ്യണം? വത്തബി അഹ്സന മാ ഉൻസില ഇലൈക്കും, ഇറക്കിയ ഖുർആനിനെ പിൻപറ്റണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വൈന റബ്ബക്കും റഹ്മാൻ, നിങ്ങളെ റബ്ബ് റഹ്മാനാണ്. ഫത്തബിഊനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം, റസൂലിനെ പിൻപറ്റണം. വാത്തിഉ അംരി, എന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കണം. കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഉ, ബർക്കത്തുള്ളൊരു കിതാബ് തന്നിട്ടുണ്ട്. ആ കിതാബ് ഏതാ? ഖുർആനാണ്.
മാലും മൗലിതൊന്നും അല്ല, നൂറ്റാണ്ടുകൾക്ക് ഇറക്കപ്പെട്ട എഴുതപ്പെട്ട കഴിഞ്ഞ ഖുതുബിൽ വിശദമായിട്ട് പറഞ്ഞതാ. അതുകൊണ്ട് എന്തിനെ പിൻപറ്റണം? എടുക്കേണ്ട ഗ്രന്ഥമേതാ? പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമേതാ? ഖുർആനാണ്. ഖുർആനിന്റെ ഫضല് ലോകത്ത് വേറൊരു ഗ്രന്ഥത്തിനുമില്ല. ഇനി നമ്മൾ പലരും ഇത്തിബായി ചെയ്തിട്ട് ഒരു ചങ്ങാതി ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഓല് ചെയ്യണത് ചെയ്തോളി, ഇവർ ഇല്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, ആ പണ്ഡിതനില്ല, ഈ സയ്യിദ് ഇല്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, ഈ ആലിമില്ലാത്ത ഈ ഉലമല്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞ ഒരു വിവരമില്ലാത്തവന്റെ വീഡിയോ നമ്മളൊക്കെ കണ്ടു അല്ലേ? നാളെ പരലോകത്ത് അല്ലാഹ് പറയാ, ഇത് നിങ്ങൾ ആരെ പിൻപറ്റിയോ ആരെ ഫോളോ ചെയ്തോ അവർ നിങ്ങളെ ഒഴിഞ്ഞു പറയും, മാറിപ്പറയും, അവർ ഒഴിഞ്ഞു നിൽക്കും. എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുന്നവർ ചോദിക്കും, എന്തിന് ഞങ്ങളെ പിന്നാലെ കൂടി എന്ന് ചോദിക്കും. ഞങ്ങള് പടച്ചോനെ അള്ളാന്റെ മാർഗം റസൂലിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിച്ചുകൊണ്ട് കൈകടിച്ചുകൊണ്ട് സങ്കടം പറയും. എന്നിട്ട് അവർ പറയും, ഞങ്ങളെ വഴിതെറ്റിച്ചത് സാദത്തന സയ്യിദന്മാരാണ്. സാദത്ത് സയ്യിദിന്റെ ബഹുവചന. സാദത്തന വകുബറാന, ഞങ്ങളിലെ പണ്ഡിതന്മാരും സയ്യിദന്മാരും അവരെ ഞങ്ങൾ പിൻപറ്റി. ഞങ്ങൾ വിചാരിച്ച് അവരൊക്കെ ചെയ്യുന്നത് സ്വർഗത്തേക്കാന്ന് വിചാരിച്ച് ഞങ്ങളും ചെയ്തു, ഞങ്ങളത് പഠിച്ചില്ല. അതുകൊണ്ട് ഇതാ പടച്ചോനെ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്ന് പരലോകത്തിൽ വെച്ച് പറയുമെന്ന് അള്ളാഹു ഖുർആനിലാ പറയണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സാക്ഷികളാകേണ്ടതും സാക്ഷികളാകാൻ പാടില്ലാത്തതുണ്ട്. നമ്മൾ ഈ തടി എവിടൊക്കെ ഉണ്ടാകണം, എവിടൊക്കെ ഉണ്ടാകാൻ പാടില്ല. നമ്മളത് മാത്രമല്ല, നമ്മളെ മക്കളതും. കുട്ടികളൊക്കെ നല്ല മഫ്തിയും നല്ല യൂണിഫോം നല്ല കോട്ടുമൊക്കെ ഇട്ട് ഫുൾക്കൈയൊക്കെ ഇട്ട് മഫ്തൊക്കെ ഇട്ട് പോകുന്ന കുട്ടികൾ, നമ്മളെ പെരിന്ന് പോകുന്ന പെൺകുട്ടികളെ ഇന്ന് ഏത് കോലത്തിലാണ് പോയി നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അവരുടെ വസ്ത്രത്തിന്റെ കോലം തന്നെ ഏത് കോലത്തിലാണ് പോയതെന്നുള്ളത് നോക്കിയാൽ മതി. നമ്മൾ മാത്രമല്ല, നമ്മളെ മക്കൾ എവിടൊക്കെ സാക്ഷികളാകണം. നമ്മൾ ജീവിക്കുന്ന അല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, ലാ യശ്ഹദൂന അസ്സൂറ, അവർ അസ്സൂറിന് സാക്ഷികളാകൂല, അവിടെ അവരുണ്ടാകൂല, അവരുടെ സാന്നിധ്യം ഉണ്ടാകൂല. എന്താണ് അസ്സൂർ? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മറ്റ് മതങ്ങളുടെ ആരാധനാ വസ്തുക്കളും അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ അവർ സന്നിഹിതരാകൂല. ലാ യശ്ഹദൂന അസ്സൂർ. വൈദാ മർറു ബില്ലഗ്വി, വിനോദ വാർത്തകൾ, വിനോദ കളികൾ, ആ കളികൾ അവർ കണ്ടാൽ മർറു കിറാമ, മാന്യന്മാരായി നടന്നു പോകും അവര്. ആരാണ് വിജയിക്കുന്ന മുഅ്മിൻ? ഈമാനോടുകൂടി മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആരാണ് ഈമാനോടുകൂടി മരിക്കുന്ന മുഅ്മിൻ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് അല്ലാഹ് പറയാ. അനിൽ ലഗ്വി മുഅ്രിദൂൻ, പല വിനോദങ്ങളും പല വിനോദ കളികളുണ്ടാകും, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനാണ്. അങ്ങോട്ട് കൂടിച്ചേർന്ന് ആ കയറ് കൂടി വലിക്കണോനല്ല, ആ സ്പൂണ് തൊള്ളയിൽ വെച്ചിട്ട് ലൈമം വെച്ച് നടക്കണോനല്ല, ചാക്കിൽ കയറി ചാടണോനല്ല. മുഅ്രിദീൻ, തിരിഞ്ഞു കളയുന്നവനാണ്, മാറിപ്പോകുന്നവനാണ്. ഇത് ഖുർആനാണ്. എന്നിട്ട് അല്ലാഹ് ഇതിന്റെ വിശദീകരണം തദബ്ബുർ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അവർ പറയും, എങ്ങനെയായി തിരിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ, ലനാ അമാലുനാ വലക്കും അമാലുക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. സുബ്ഹാനല്ലാഹ്, ഖുർആനാ. നിങ്ങളെ അമൽ നിങ്ങൾക്ക്, എന്റെ അമൽ എനിക്ക്, ഞങ്ങളെ അമൽ ജാഹിലീങ്ങളിൽ പെടാൻ ആഗ്രഹിക്കുന്നില്ല. ജാഹിൽ എന്ന് പറഞ്ഞാൽ ഇൽമുള്ളതിന് നേരെ ഓപ്പോസിറ്റാ. വിവരമില്ലാത്ത, കാരണം വിവരമുണ്ട്, അറിവുണ്ട്, എന്തിനൊക്കെ സാക്ഷിയാവണം, എന്തിനൊക്കെ സാക്ഷിയാകാൻ പാടില്ല, എന്താണ് ഇസ്ലാമിന്റെ വ്യതിരിക്തത എന്നറിയണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഖുർആനിനെ ഫോളോ ചെയ്യുക, നബിയെ ഫോളോ ചെയ്യാൻ പാടില്ലാത്തത് ഞാനീ പറഞ്ഞ സ്വന്തം ഇഷ്ടങ്ങളെ, സ്വന്തം തീരുമാനമെടുത്ത് അതൊക്കെ ഇപ്പം നാട്ടിൽ നടക്കോ, അതൊക്കെ ഇപ്പം ചെറിയ കാര്യമല്ലേ എന്ന് പറയുന്ന ഹവയെ പിൻപറ്റരുത്. ഖുർആനിനെയും സുന്നത്തിനെയും റസൂലിനെയും ഫോളോ ചെയ്താൽ അത് നാളെ പരലോകത്ത് ഫലപ്പെടും, ഉപകാരപ്പെടും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ഹിജ്റിലെ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് പറയാണ്, ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. പരിഹസിക്കുന്ന കളിയാക്കുന്ന ആൾക്കാരുണ്ടാകും. അള്ളാഹനെ മാത്രം ആരാധിച്ച് കൽപ്പിക്കപ്പെട്ട കാര്യം, ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് എൻ്റെ ജീവൻ, എൻ്റെ സമ്പത്ത്, എൻ്റെ രക്തം ഒക്കെ ഞാൻ അമുസ്ലിമായ എൻ്റെ സഹോദരന് കൊടുക്കാൻ ബാധ്യസ്ഥനാ. എൻ്റെ അമുസ്ലിം പട്ടിണി കിടക്കുകയാണെങ്കിൽ അവന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഞാൻ മുസ്ലിമല്ല. ഇത് പഠിപ്പിക്കപ്പെട്ടവനാ, ഈ വിവരം ഉണ്ടാകണം. എൻ്റെ അയൽവാസി അത് അമുസ്ലിമാണ്, ആ അമുസ്ലിമായ അയൽവാസി പട്ടിണി കിടന്നാൽ എൻ്റെ ഇസ്ലാം പൊളിയും. ഭക്ഷണം കൊടുക്കണം, രക്തം കൊടുക്കണം, ജീവൻ കൊടുക്കണം, ഓടിച്ചെല്ലണം, സംരക്ഷിക്കണം.
അവൻ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അവനെ സംരക്ഷിക്കണം. ഇതൊക്കെ എൻ്റെ ബാധ്യതയാണ്. എന്നാൽ ആചാരങ്ങൾ, അതിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ്. കാരണം എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ ഈമാനാണ്, എൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ഞാൻ ഒരിക്കലും അതുമായി ചേർക്കൂല. മറ്റുള്ളവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക, അവരുടെ മതാചാരങ്ങളെ, അവരുടെ ഉത്സവങ്ങളെ ആദരിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. അത് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. കാരണം ചെയ്താൽ നമ്മുടെ വിശ്വാസം പൊളിഞ്ഞു പോകും. ഇത് വളരെ പ്രധാനമാണ്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. അത് തിരിച്ചറിയാൻ കഴിയണം. എന്നിട്ട് അല്ലാഹ് പറയാ, പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവരുണ്ടാകും. നിനക്ക് അല്ലാഹു മതി. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് ഉറപ്പായ ഒരു വിവരം വരാനുണ്ടത് മരണമാണ്. അതുവരെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നീ ജീവിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ സമയം ഏത് സമയത്ത് എപ്പോഴും നമുക്കറിയില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമൊക്കെയായി ജീവിച്ച്, ഒരു മുസ്ലിമായി ജീവിച്ച്, തവഫനാ മുസ്ലിമീൻ, തവഫനി മുസ്ലിമൻ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അങ്ങനെ ജീവിക്കുക. കാരണം എപ്പം മരിക്കുന്ന അറിയില്ലല്ലോ. എൻ്റെ സുഹൃത്ത് ചമ്മാട് കഴിഞ്ഞ ദിവസം ആരിഫ ഡോക്ടർ മകൻ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കൊതിക്കുന്ന ഒരു മരണം, ആഗ്രഹിക്കുന്ന വല്ലാത്തൊരു മരണം. സുബ്ഹി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് രണ്ടാമത്തെ റക്അത്തിൽ കുഴഞ്ഞു വീണ് ആ പള്ളിയിൽ സഫിൽ കിടന്ന് മരിക്കുക. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ സഫിൽ കിടന്നിട്ട് മരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ മരണം ഏതവസ്ഥയിൽ എങ്ങനെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് അവൻ തൃപ്തിപ്പെട്ടൊരു സമയത്ത് അള്ളാഹിലേക്ക് മടങ്ങാൻ നമുക്ക് പറ്റണം. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിലേക്ക് മടങ്ങാൻ കഴിയാന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മരിച്ചാൽ നമ്മൾ മറ്റുള്ള ആൾക്കാരെ പറ്റി പറയും അള്ളാഹിലേക്ക് മടങ്ങിപ്പോവാണ്. ആ മടക്കം അള്ളാഹ് ഇഷ്ടപ്പെടുന്നൊരു സമയത്താണെങ്കിൽ നമ്മളതിനെ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അതിന് സഹോദരങ്ങളെ, മുസ്ലിമായിട്ട് അതിൻ്റെ തനിമയോടെ ജീവിക്കാൻ നമുക്ക് പറ്റണം. ഇതിനോട് കൂറും സ്നേഹവുമുള്ളവരായി മാറണം. എവിടെയാണ് മതമുള്ളതെന്ന് കൃത്യമായി അത് പഠിക്കണം. അതിൻ്റെ വ്യതിരിക്തതകൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മൾ എത്ര സൂക്ഷിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും മരണം നമ്മളെ തേടി വരും. നമ്മളെ കുടുംബത്തിലെ, ആദർശ കുടുംബത്തിലെ 5 പേരാണ് കഴിഞ്ഞ മംഗലാപുരത്തെ ഒരു അപകടത്തിൽ മരണപ്പെട്ടത്. അവരെ സൂക്ഷിച്ചവരും ശ്രദ്ധിച്ചവരുമാണ്. മറ്റൊരു ആളുടെ അശ്രദ്ധയാണ് മരണത്തിനിടയാക്കിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിൽ 7 പേര് മറ്റൊരു ആക്സിഡന്റിൽ മരണപ്പെട്ടിരുന്നു. വല്ലാത്തൊരവസ്ഥയാണ് ആ കുടുംബത്തിൻ്റെ. അല്ലാഹു തആല ആ കുടുംബത്തിന് മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അവർക്ക് അല്ലാഹു ശുഹദാക്കളെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങൾ, എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമ്മളൊരു വഴിക്കിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ മറന്നു പോകരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദില്ല ഔ ദല്ല അസില്ല ഔ ഉസല്ല അജ്ഹല ഔ ഉജ്ഹല അലയ്യ. അള്ളാഹുവേ, ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഞാൻ അവിവേകം ചെയ്യുന്നതിൽ നിന്ന്, മറ്റൊരാളെ അവിവേകത്തിന് ഞാൻ വിധേയനാകുന്നതിൽ നിന്ന് എൻ്റെ നിഅമത്ത് നീങ്ങിപ്പോവുക. മറ്റൊരാൾ കാരണം എൻ്റെ നിയമത്ത്, ഞാൻ കാരണം വേറൊരാളെ നിയമത്ത് നീങ്ങിപ്പോവുക. കാക്ക് പടച്ചോനെ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു വാഹനത്തിൽ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, എത്ര ഉറപ്പുള്ള കണ്ടീഷനുള്ള വാഹനമാകട്ടെ, സുബ്ഹാനല്ലദീ സഖറൽനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചോനെ, ഇതാണ് നീ എൻ്റെ കയ്യിൽ പിടിച്ച് എനിക്ക് ഒതുക്കി തന്നത് നീയാണ് പടച്ചോനെ. ഇനി ഈ യാത്ര എത്തുമെന്നറിയില്ല, വഴിയിൽ തീരുമോ എന്നറിയില്ല. ബി അയ്യി അർളിൻ തമൂത്ത്, ഏത് നാട്ടിൽ, ഏത് ഭൂമിയിൽ, എവിടെ വെച്ച് മടങ്ങുമെന്നറിയില്ല, മരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ പറയണം, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എൻ്റെ അവസാനത്തെ മടക്കം നിന്റെ അടുക്കലേക്ക് തന്നെയാണ് പടച്ചോനെ. അത് മറക്കാതെയാണ്, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ വാഹനത്തിൽ കയറിയത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ദീന് പഠിക്കാൻ, മനസ്സിലാക്കുക, അത് പ്രകാരം ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ പഠിതാവായ നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ മാതാവ് 4 ദിവസം മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു തആല മാതാവിനെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, അത്യാപത്തുകളിൽ നിന്ന്, മാരകമായ വേദനയേറിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് وأحياهم منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.